എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തെ കാറിടിപ്പിച്ചു വീഴ്ത്തി രക്ഷപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതിയുടെയും സംഘത്തിന്റെയും വാടക വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 14 കിലോയോളം കഞ്ചാവ് കണ്ടെത്തി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായായിരുന്നു പരിശോധന. അങ്ങാടിപ്പുറം വൈലോങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. മുൻ കഞ്ചാവ് കേസിലെ പ്രതി കൂടിയായ സക്കീറും സംഘവുമാണ് എക്സൈസ് വകുപ്പിന്റെ സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച് രക്ഷപ്പെട്ടത്. മലപ്പുറം ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജയേഷ് കുമാറിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പിന്നീട് സക്കീറും സംഘവും വാടകയ്ക്ക് താമസിക്കുന്ന പുത്തനങ്ങാടി, മാലാപ്പറമ്പ്, കുരിശിൻചോട് ഭാഗങ്ങളിലെ വീടുകളിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ 14 കിലോയോളം കഞ്ചാവും സക്കീറിന്റെ തിരിച്ചറിയൽ രേഖകളും കണ്ടെത്തി. സക്കീറിനെ പ്രതി ചേർത്ത് കേസെടുത്തതായും സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും എക്സൈസ് പറഞ്ഞു. സക്കീറിനെതിരെ പെരിന്തൽമണ്ണ എക്സൈസിലും ഒറ്റപ്പാലം പോലീസിലും മുൻപ് മയക്കുമരുന്ന് കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടറോടൊപ്പം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ആസിഫ് ഇക്ബാൽ, പ്രിവന്റീവ് ഓഫീസർ അരുൺകുമാർ, പ്രഭാകരൻ പള്ളത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിപുൺ, സബീർ, വിനീത്, നൌഫൽ പഴയടത്ത്, അനീസ് ബാബു, ശ്രീജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രൂപിക എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.